ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു പാൽപുട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. കൂടാതെ ഇത് വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടി ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മിക്സ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കാൻ. തേങ്ങയുടെ കളറൊന്നും ചേഞ്ചായി വേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ നെയ്യായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് 1/3 കപ്പ് ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച പുട്ടുപൊടി എടുത്ത് നല്ലപോലെ കൈ കൊണ്ട് തിരുമ്മി കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് കൂടി ചേർത്ത് യോജിപ്പിക്കണം. ശേഷം ഇതിലേക്ക് 1/3 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കട്ടകളായിട്ട് കിടക്കും. അപ്പോൾ അതൊക്കെ നല്ലപോലെ കൈ വെച്ച് ഉടച്ച് മിക്സ് ആക്കി കൊടുക്കണം. പുട്ടുപൊടി നനയ്ക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരം വേണമെങ്കിൽ പാലോ തേങ്ങാപ്പാലോ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പുട്ടുകുറ്റി എടുക്കുക, ചില്ലിടുക. അതിനുശേഷം തേങ്ങയും പുട്ടുപൊടിയും ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആവി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന പാൽപുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ഒരെണ്ണം കൂടി തയ്യാറാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ്. ഈ പുട്ടിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. ഈ പുട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നിങ്ങളത് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്